ശ്രീഗുരുവായൂരപ്പാ ശരണം. ഗുരുഭ്യോ നമഃ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ശ്രീമദ് ഭാഗവതം മറ്റ് 10 സ്കന്ധങ്ങൾക്ക് ശേഷം 11ാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഭാഗവതം യാതൊരാശയത്തെ സജ്ജന സമക്ഷം അവതരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നുവോ ആ ഉദ്ദേശ്യം നേരിട്ട് പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദശമസ്കന്ധത്തിൽ ഇതുവരെ തുടർന്ന ശ്രീകൃഷ്ണ കഥാലാപശ്രവണങ്ങളുടെ സാരത്തെ ആവിഷ്കരിക്കുക എന്നതാണ് ഏകാദശ സ്കന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിമനോഹരമായി സംവാദരൂപേണ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ സ്കന്ധത്തിൽ മുഖ്യമായും എടുത്തു പറയേണ്ട ഒരു സംവാദം തന്നെയാണ് നിമി നവയോഗി സംവാദം. മിഥില രാജധാനിയിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ജനകൻ അഥവാ വിദേഹനെന്നും നിമി എന്നുമൊക്കെ അദ്ദേഹത്തെ വിളിച്ചു വരുന്നു. ആ മഹാനുഭാവൻ തൻ്റെ രാജ്യത്തെ സർവപ്രജകളെയും അധ്യാത്മബോധമുള്ളവരാക്കി തീർക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. മറ്റു പല പുരാണങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ വൈഭവം പ്രകടമായി കാണാവുന്നതുമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഭവത്തെ എടുത്തു കാണിക്കുമാറ് നവയോഗികളെ അദ്ദേഹം കണ്ടുമുട്ടുന്ന അവസരത്തിൽ അവരോട് ചെയ്യുന്ന സംവാദം, അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ വിനയവും ഒരുപോലെ എടുത്തു കാണിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. സത്സംഗശേവധിർനൃണാം എന്ന ഒരൊറ്റ പ്രസ്താവന മാത്രം മതി ആ വിദേഹ രാജാവിൻ്റെ അറിവ് എത്ര വലുതാണ് എന്നും വിനയം എത്ര വലുതാണ് എന്നും തിരിച്ചറിയാൻ. സത്സംഗമാകുന്നു ഈ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ധനം. ഈ ജീവിതത്തിലെ നിധിയാണ് സത്സംഗം. മറ്റെല്ലാമുള്ളവനും സത്സംഗമില്ലെങ്കിൽ അവൻ്റെ ജീവിതം വൃഥാവിലായിപ്പോകും. അതുകൊണ്ട് സത്സംഗം ലാഭിക്കാനായി സാധിക്കുക എന്നുള്ളത് ഒരു മർത്യജന്മം ലഭിച്ച ഒരുവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തിരിച്ചറിയണം എന്ന നിലയിൽ യദൃച്ഛയാ തൻ്റെ ധാർമ്മിക വൃത്തികളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ഋഷഭയോഗീശ്വരപുത്രന്മാരായ നവയോഗികൾ, ആ നവയോഗികളെ വീണ് നമസ്കരിച്ചുകൊണ്ട് അന്ന് വിദേഹരാജാവ് ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് പുണ്യപുരുഷന്മാരായ ആ ദിവ്യയോഗികൾ നൽകിയ മറുപടികളും ആണ് നിമി നവയോഗി സംവാദരൂപേണ നമ്മളും ഇതാ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഭാഗവത ധർമ്മം എന്ന് ഇവിടെ കേട്ടു.
ഭാഗവത ധർമ്മത്തെ അനുസരിച്ച് ഈ ലോകത്ത് സഞ്ചരിക്കുന്ന മഹാത്മാക്കൾ യാതൊരു ധർമ്മത്തെയാണോ സകലരും ആശ്രയിക്കേണ്ടത്, യാതൊരു ധർമ്മത്തെയാണോ വേദാദികളാകുന്ന സകല ഗ്രന്ഥങ്ങളും മഹത്തരം എന്ന് ഉദ്ഘോഷിക്കുന്നത്, ഭാഗവതത്തിലൂടെയും പറയാനുദ്ദേശിക്കുന്നതായ വൈദിക ധർമ്മത്തിൻ്റെ സാരം അതനുഭവിച്ച ജനങ്ങൾ ഇവിടെ എപ്രകാരത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് നിമി മഹാരാജാവ് ഹരി എന്ന യോഗീശ്വരനോട് ചോദിച്ചത്. മഹാഭാഗവതന്മാർ ഈ ലോകത്ത് അനേക കാലം ജീവിച്ച്, അല്ലെങ്കിൽ തങ്ങൾ ജീവിച്ച കാലഘട്ടം കൊണ്ട് ഈ ലോക ജീവിതത്തിൽ ലഭിക്കേണ്ടതായ അറിവെന്താണോ അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, കർമ്മപടലങ്ങളിൽ പെട്ടുവലയുകയല്ല വേണ്ടത്. കണ്ണുകൾ കാണാതെ പുകപടലങ്ങളെക്കൊണ്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്ത് കണ്ണു മൂടിപ്പോകുന്നവരാവുന്നതിൽ അർത്ഥമില്ല. യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം ഹൃദയത്തിലെ മാലിന്യങ്ങൾ നീങ്ങുക എന്നതാണ്. അപ്രകാരത്തിൽ ശുദ്ധമായ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുക എന്നതും ഭഗവത് ഭക്തി കൊണ്ട് ആ സത്തായ ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും വലിയ സംഗതി എന്ന് അവർ മനസ്സിലാക്കുന്നു. ദശമസ്കന്ധത്തിൽ ശ്രുതിഗീത എന്ന പ്രകരണത്തിൽ ഇതി തവ സൂരയസ്ത്ര്യധിപതേഖിലലോകമലക്ഷപണകഥാമൃതാബ്ധിമവഗാഹ്യ തപാൻസി ജഹു കിമുത പുന സ്വധാമവിധുതാശയകാലഗുണാ കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം എന്നിങ്ങനെ ഭഗവത് കഥാശ്രവണത്തിൻ്റെ മഹിമ എന്താണ് എന്ന് മനസ്സിലാക്കിയ സൂരികൾ അവർ ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അത് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഭഗവത് കഥാശ്രവണ കീർത്തന മനനാദികളിലും വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഭഗവത് സ്മരണ ചെയ്യാനും ഭഗവാനെപ്പറ്റി പറയാനും കേൾക്കാനും ഓർക്കാനുമുള്ള അവസരങ്ങളാക്കി തീർക്കാനും വേണ്ടിയിട്ട് അവർ കായേന വാചാ മനസാ ഇങ്ങനെ നേരത്തെ ഭാഗവത ധർമ്മ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ സർവപ്രവൃത്തികളും നാരായണന് സമർപ്പിക്കുന്നതാക്കി തീർക്കുന്നു. ഈ ലോകത്ത് നമ്മൾ എന്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും, മരക്കഷ്ണത്തുമ്പിൽ നിൽക്കണു, കല്ലുമ്പിൽ നിൽക്കണു, പുല്ലിലാണ് നിൽക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭൂമിയാകുന്ന ആധാരത്തിലാണല്ലോ നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാനെ ആധാരമാക്കി ഈ ലോകം ഇങ്ങനെ അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നു എന്ന് പറയുന്നത് പോലെ തിരുകുറ്റിയുടെ കുറ്റിയായിട്ട് ഭഗവാൻ നിൽക്കുകയും തിരികല്ല് അങ്ങനെ തിരികെയും ചെയ്യുന്നു എന്നതുപോലെ ഈ ലോകം വർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ അവരെയാണ് ഭാഗവതന്മാർ എന്ന് വിളിക്കുന്നത്. ആ ഭാഗവതന്മാർ എപ്രകാരത്തിലിവിടെ സഞ്ചരിക്കുന്നു, അവരെപ്പോലെ സഞ്ചരിക്കാറാവുക എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ എന്നാണ് ഇപ്പോൾ നിമിയുടെ ചോദ്യം. സർവഭൂതജാലങ്ങളിലും ഭഗവാനെ കാണാൻ സാധിക്കുന്നതായ തലത്തിലേക്ക് എത്തിയവരാണ് മഹാത്മാക്കൾ. ഈ ലോകത്തെ വിഷയസുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ധൃതയ ഇവ ശ്വസന്തി അസുഭൃതോ എന്ന് ശ്രുതിഗീതയിൽ തന്നെ പറഞ്ഞതുപോലെ കൊല്ലൻ്റെ ആലയിലെ ഭസ്ത്രം എന്നോ ഇല്ലെങ്കിൽ
ധൃതി എന്നൊക്കെ വിളിക്കപ്പെടുന്ന യന്ത്രം, അതങ്ങനെ തീയിന് കൊല്ലനൂതാൻ കുറച്ചൊക്കെ കഴിഞ്ഞാൽ വയ്യാണ്ടേ പോലോ. അപ്പോൾ ആ കാറ്റിങ്ങനെ ഫൂന്ന് ആ തീയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചും കൊണ്ടിരിക്കണ ഒരു യന്ത്രം. അപ്പോൾ അതുപോലെ ഇങ്ങനെ മേപ്പട്ടും കീഴ്പട്ടും വായു പോണു എന്നല്ലാതെ കണ്ട് മനുഷ്യജീവിതം ഭഗവത്പരമാക്കി തീർക്കാൻ ശ്രമിക്കാത്ത ഒരുവൻ, അവൻ ക്രമേണ സത്സംഗത്തിലൂടെ വളർന്ന് ഭാഗവതൻ എന്ന തലത്തിലേക്ക് ഉയരാറാവുന്നത് എങ്ങനെയൊക്കെ ആയാലാണ്? അപ്പം ഈ സർവഭൂതേഷു യഃ പശ്യേൽ ഭഗവത് ഭാവമാത്മന എന്നുള്ള സർവഭൂതേഷു എല്ലാ ഭൂതജാലങ്ങളിലും യാതൊരുവൻ ഭഗവത് ഭാവത്തെ കാണുന്നുവോ, എന്ത് ഭൂതജാലത്തെ കാണുമ്പോഴും അത് ഭഗവാനാണ് എന്ന നിലയിൽ അതിനെ അറിയാൻ, ആത്യന്തികമായിട്ടറിയാൻ സാധിക്കുക. ഇത് ആർക്ക് തരാവുന്നുവോ അവൻ മഹാഭാഗവതൻ. അവിടേക്ക് എത്താൻ ഉള്ള ഒരു 2-3 പടവുകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമനായ ഭാഗവതൻ്റെ തലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതിൻ്റെ മുൻപേ ആയിട്ട് മധ്യമൻ, അതിൻ്റെ മുൻപേ ആയിട്ട് അധമൻ എന്ന് പറയാൻ വയ്യ, അതുകൊണ്ട് ഭക്തിയല്ലേ വിഷയം, അതുകൊണ്ട് അധമൻ എന്ന് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് പ്രാകൃതൻ, പ്രാകൃതഭക്തൻ, മധ്യമഭക്തൻ, ഉത്തമഭക്തൻ എന്നിങ്ങനെ ഭാഗവത ധർമ്മത്തിലേക്ക് കടന്നു വന്ന് പരമഭാഗവതരായിത്തീരുന്നവരുടെ ഒരു 3 വിഭാഗം. കാരണം എന്തേ അങ്ങനെ പറയാൻ എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഭാഗവത ധർമ്മത്തിലേക്ക് ഒരുവൻ കാലെടുത്ത് വെച്ചാൽ ആ കാലെടുത്ത് വെച്ച ആൾ നേരെയാവേണ്ട വയ്യ. അപ്പം അതുകൊണ്ട് ഈ ധൃതിയെപ്പോലെ ശ്വസിക്കുന്ന ഒരു യന്ത്രം എന്ന നിലയിൽ നിന്ന് ഭാഗവത ധർമ്മത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് അവൻ ആദ്യമായിട്ടൊരു പക്ഷേ ചെയ്യുക തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ബിംബങ്ങളിൽ മാത്രം ഭഗവാനെ കാണുന്നതായ ആളുകൾ, അവർക്ക് മറ്റെവിടെയും ഈശ്വരനില്ല. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, പല ജനങ്ങളും ക്ഷേത്രത്തിൽ തൊഴുത് പിന്നാക്കം അങ്ങട് തിരിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര ശ്രീകോവിലിരിക്കുന്ന ആ ബിംബത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന് പുറംതിരിഞ്ഞിട്ട് പുറത്തേക്ക് കിടക്കാൻ വയ്യ എന്ന് വിചാരിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നോക്ക യാത്ര നടത്തി പുറത്തേക്ക് വരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ ആളുകളെയാണ് പ്രാകൃതന്മാർ എന്ന് വിളിക്കാൻ സാധിക്കുക. ബിംബങ്ങളിൽ മാത്രം ഭഗവത് ഭക്തി അതവർ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഭഗവത് ഭക്തന്മാരോടോ അന്യരായവരോടോ അവർക്ക് യാതൊരു തരത്തിലുള്ള ഭക്തിഭാവം അല്ലെങ്കിൽ പ്രേമഭാവം പ്രകടിപ്പിക്കാൻ ഇപ്പോൾ സാധിക്കണില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് പ്രാകൃതന്മാർ എന്ന് വിളിക്കാൻ സാധിക്കുക. എന്നാൽ അപ്രകാരത്തിൽ കുറച്ചൊക്കെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി ഭഗവാനെ ആരാധിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത് ക്രമേണ അവർക്ക് തനിക്ക് അത്തരം അവസരങ്ങളിലേക്ക് എത്തിച്ചേരാൻ വഴിയൊരുക്കി തരുന്നതായ ജനങ്ങളോട് ഒരു ബഹുമാനം. അപ്പോൾ അവരെക്കുറിച്ച് ഒന്നങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഈശ്വരനെ പോലെ തന്നെ ഈശ്വരനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളെയും നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് എന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ ഭഗവാനോടും ഭഗവത് ഭക്തരോടും അവർക്ക് ആ ഭഗവാനോട് പ്രേമം, ഭഗവത് ഭക്തരോടാണ് സൗഹൃദം വേണ്ടത് എന്നവർ തിരിച്ചറിയുന്നു. അപ്പോൾ ഭഗവത് ഭക്തിപരമായിരിക്കുന്ന അതല്ലെങ്കിൽ സത് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് അവർക്കൊരു മൈത്രി ഉണ്ടാവും. മാത്രമല്ല അടുത്തൊരു കുഴപ്പം എന്താ, ഭഗവാനെക്കുറിച്ച് അറിയാത്തവരോട് അവർക്ക് കൃപയുണ്ടാവും.
അപ്പോൾ പലരും ഭഗവാനെ പറ്റി അറിയാത്ത ജനങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് അവരെയൊക്കെ ഇവർ ചിലപ്പോൾ കുറേശ്ശൊക്കെ ഒന്ന് ഉപദേശിച്ചു എന്ന് വരും. അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ധരിച്ചതുപോലെയൊന്നല്ല എന്നൊക്കെ പറഞ്ഞ് അവർ ചിലപ്പോൾ ഉപദേശിച്ചു എന്ന് വരാം. അപ്പോൾ അവരോട്, ബാലിശന്മാരായിരിക്കുന്നവരോട് കൃപ, അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാത്തതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്, സാരമില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ അവർക്ക് തോന്നും. പക്ഷേ ഭഗവത് ദ്വേഷികളെ അവർക്ക് കാണുകയില്ല. അവരോട് ഒരു ഉപേക്ഷാഭാവമാണ് ഈ മധ്യമ ഭക്തരായിട്ടുള്ളവർ, ഈ തലത്തിലുള്ള ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഉത്തമഭാവത്തിലേക്ക് എത്തിയവർക്ക് ഭഗവാനെന്നും അന്യനെന്നുമുള്ള ഭേദഭാവമേ ഇല്ല. അവർക്ക് സർവഭൂതജാലങ്ങളിലും ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്നു. താനായിരിക്കുന്നതും ഭഗവാനാണ് എന്നവരനുഭവിക്കുന്നു. അങ്ങനെ സർവ്വതും ഭഗവാനാണെന്ന് ബോധിച്ച് ഇരിക്കുന്ന ആളുകളാണ് ഭാഗവതോത്തമന്മാർ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ലോകവ്യവഹാരങ്ങളോട് എപ്രകാരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നും കൂടിയും ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം അപ്പം അവർക്ക് ലോകവ്യവഹാരങ്ങളൊന്നുമില്ലേ, എല്ലാം ഭഗവാനായിട്ട് കണ്ടാൽ, അവനവനടക്കം സർവ്വതും ഭഗവാനായിട്ട് കണ്ടാൽ പിന്നെ എങ്ങനെയാണ് അവരിവിടെ ജീവിക്കണത് എന്ന് ശങ്ക വരാം. അതാണ് അവിടെ പറയണത്, ഗൃഹീത്വാപി ഇന്ദ്രിയൈ അർത്ഥാൻ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആർജിക്കേണ്ടവയെ അവരാർജിക്കും. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആർജിക്കേണ്ടവ എന്തൊക്കെയാണോ അതിനെ അവരാർജിക്കും. പക്ഷേ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സാധിക്കുന്ന അർത്ഥങ്ങളിൽ അവർക്ക് സന്തോഷമോ സങ്കടമോ ഉണ്ടാവണില്ല. നമ്മളൊക്കെ സ്വതവേ സാധാരണക്കാരായിട്ടുള്ളവർ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെങ്കിലും അനുഭവിച്ചാൽ, നല്ല തണുപ്പുള്ളൊരു ദിക്കിൽ പോയി താമസിക്കണം, അപ്പോൾ നല്ല ചുടുക്കനെയുള്ള വെള്ളത്തിൽ ബദരീനാഥത്തിൽ പോയി, അപ്പോഴാണ് അവിടെ തപ്പത കുണ്ടത്തിൽ കുളിക്കാൻ തരായപ്പോഴത്തെ എന്താ അതിൻ്റെ ഒരു സന്തോഷം. കാരണം നല്ല തണുന്നനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചുട്ടുന്നനുള്ള വെള്ളം അങ്ങനെ മേല് തട്ടുമ്പോൾ അയ്യേ എന്താ അതിൻ്റെ ഒരു സുഖം, ഹൃഷ്യതി. അപ്പോൾ അതിൽ സന്തോഷിക്കണം. എന്നാൽ മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നദ്വേഷ്ടി നഹൃഷ്യതി, അവർക്ക് ദ്വേഷമോ ഹരിഷമോ ഇന്ദ്രിയാർത്ഥങ്ങളെ കൊണ്ട് ഉണ്ടാവണില്ല. വിഷ്ണോർമായാമിതം പശ്യൻ, സന്തോഷം വരുമ്പോഴും അവരെന്ത് വിചാരിക്കും, ഭഗവാന്റെ മായ. സങ്കടം വരുമ്പോഴും അവരെന്ത് വിചാരിക്കും, ഭഗവാന്റെ മായ. അങ്ങനെയുള്ള ആളാണ് ഭാഗവതോത്തമന്മാർ. അപ്പോൾ അവർ ലോകവിഷയങ്ങളെ അനുഭവിക്കണില്ല എന്നല്ല, അവരുടെ മനസ്സ് ശാന്തമായതുകൊണ്ട് ലോകവിഷയങ്ങൾക്ക് അവരെ ദുഃഖിപ്പിക്കാനോ സുഖിപ്പിക്കാനോ സാധിക്കണില്ല. അവർക്ക് സർവ ലോകവിഷയങ്ങളും ഭഗവൻ മായയായിട്ട് അനുഭവപ്പെടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ദ്രിയാദി വിഷയങ്ങളോട് സക്തിയില്ലാത്തത് കൊണ്ട്, ശരീരത്തിൽ അഭിമാനമില്ലാത്തത് കൊണ്ട്, സംസാരധർമ്മങ്ങളെ കൊണ്ട് അവരൊരിക്കലും മോഹിക്കണില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ സർവദാ ഭഗവാനെ മാത്രം സ്മരിക്കുന്നത് കൊണ്ട് അവർ ഭാഗവതോത്തമന്മാരാണ്. അവർക്ക് ഒരു പ്രവൃത്തികളും അവരെ ബദ്ധരാക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണം എന്ന നിലയ്ക്ക് അവരൊന്നിനും ഉദ്യമിക്കില്ല. അപ്പം നമ്മളൊക്കെ ഒരു പ്രവൃത്തി ചെയ്യാൻ പുറപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നേടാണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് പുറപ്പെടുന്നത്. 1 മണിയായാൽ ഉച്ചയ്ക്ക് എവിടെയാ കിണ്ണ, എവിടെയാ ഇന്നെന്താ കൂട്ടാൻ എന്നൊക്കെ അന്വേഷിക്കായി. കാരണം എന്താ, നമുക്ക് അതുകൊണ്ടൊരു കാര്യം നേടാനുണ്ട്. അങ്ങനെ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് സ്വതവേയുള്ള ജനങ്ങളൊക്കെ എന്തിനും ഉദ്യമിക്കണത്. പക്ഷേ ഭാഗവതോത്തമന്മാർ അപ്രകാരത്തിൽ എന്തെങ്കിലും ഒരു ആസക്തി കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടല്ല അവരൊരു പ്രവൃത്തിക്ക് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലെ കർമ്മവാസനകളാകുന്ന ബീജങ്ങൾ അടുത്ത ജന്മങ്ങൾക്ക് കാരണമായിട്ട് ഒരിക്കലും മുളച്ചു വരില്ല. അതുകൊണ്ട് അവർ
അവരെ സ്വയം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നതിന് യോഗ്യതയുള്ളവരായിട്ട് തീരുന്നു. അവർക്ക് ഞാൻ ഇന്ന കുലത്തിലാണ് ജനിച്ചത് എന്നുള്ള കേമത്തം നടിക്കാൻ സാധിക്കില്ല. കാരണം അവർ ആ ശരീരത്തിൽ അഭിമാനിക്കണില്ല. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ശൂദ്രനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ് എന്നുള്ള അഭിമാനം അവർക്കില്ല. അവർക്ക് ഏത് ജന്മവും ഒരേപോലെ തന്നെ. അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ലഭിച്ചതായ ശരീരം അത്രയേ ഉള്ളൂ. അത് ഏത് വർണ്ണത്തിൽ ജനിച്ചു, ഇനി ഏത് ആശ്രമത്തിലാണ് താൻ വർത്തിക്കണത് എന്നുള്ള താൻ ചെയ്യുന്ന കർമ്മം എന്താണ്, പഠിക്കുകയാണോ, പഠിപ്പിക്കുകയാണോ, അതല്ലെങ്കിൽ കച്ചവടം ചെയ്യുകയാണോ, അതല്ലെങ്കിൽ രാജ്യരക്ഷ ചെയ്യുകയാണോ, അതല്ലെങ്കിൽ സേവാഭാവത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണോ, ഇതൊക്കെ കൊണ്ട് തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കണില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം താൻ ഒരാളെ സേവിക്കുകയാണ് എന്ന അഭിമാനം അവർക്കില്ല, താൻ ഒരാളെ ഭരിക്കുകയാണ് എന്ന അഭിമാനം അവർക്കില്ല, താൻ കച്ചവടം നടത്തിയിട്ട് അത് നടത്തി ലാഭം ഉണ്ടാക്കി കഴിഞ്ഞുകൂടുകയാണ് എന്നൊരു അഭിമാനം അവർക്ക് ഉണ്ടാവണില്ല. അവർക്ക് ജന്മത്തിലോ കർമ്മത്തിലോ വർണ്ണാശ്രമാദി ഭേദങ്ങളൊന്നും ഇല്ല. അവർക്ക് ഞാൻ എന്നുള്ള അഭിമാനം ശരീരത്തിലില്ല. എനിക്ക് ഭഗവാന്റെ പ്രിയനാവാൻ സാധിച്ചാൽ മതി, ഭഗവാൻ എൻ്റെ പ്രിയനായാൽ മതി എന്നൊരൊറ്റ ചിന്തയെ അവർക്കുണ്ടാവണുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സമ്പാദ്യത്തിലോ മറ്റെന്തെങ്കിലും സാമഗ്രികളിലോ ഞാനെന്നും എൻ്റെന്നുള്ള അഭിമാനം ഇല്ല. എല്ലാ ഭൂതജാലങ്ങളും അവർക്ക് ഒരേപോലെയാണ്. ഇങ്ങനെയുള്ളവരാണ് ഭാഗവതോത്തമന്മാർ. എന്തെങ്കിലും ഈ ഏകാദശ സ്കന്ധത്തിൽ തന്നെ ഇനി 23-ാമത്തെ അധ്യായത്തിൽ ഈ കലികാലത്ത് കാഗിണികേപി അർത്ഥേ, ചെറിയൊരു കടുകുമണിയോളം ഉള്ള ധനത്തിൻ്റെ പേരിൽ പോലും ആളുകൾ തമ്മിൽ തല്ലുകൂടും. പണത്തിൻ്റെ പേരിൽ ജനങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കേമത്തങ്ങളുണ്ടെങ്കിലും ആ കേമത്തങ്ങളൊക്കെ മറന്ന് അവർ പണത്തിൻ്റെ മുകളിൽ തല്ലുകൂടും എന്നൊക്കെ ഭിക്ഷു നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. എന്നാൽ ഭാഗവതോത്തമന്മാരൊരിക്കലും അത്തരം വിഷയങ്ങളിൽ തല്ലുകൂടുക പതിവില്ല. ഇങ്ങനെ ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും ഹൃദയം വിട്ടു നിൽക്കാതെ ആ ഭഗവാന്റെ പാദങ്ങളെ സശ്രദ്ധം സർവദാ ആസ്വദിക്കുന്നത് നിമിത്തമായി ഭഗവാന്റെ നഖമണി ചന്ദ്രികകളിൽ നിന്ന് പൊഴിയുന്നതായിട്ടുള്ള ആ ചന്ദ്രികയുടെ ശീതളിമ നിമിത്തം സംസാരമാകുന്ന സൂര്യതാപം അനുഭവിക്കാതെ ആ ഭഗവത് പദാരവിന്ദമാകുന്ന ചന്ദ്രിക, ആ ചന്ദ്രന്മാരുടെ ചന്ദ്രികയാകുന്ന ശീതളിമ അനുഭവിച്ചുകൊണ്ട് അവർ സദാ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു. അവർക്ക് സർവപാപഹരനായിരിക്കുന്ന ആ ഭഗവാൻ നാരായണീയത്തിൽ ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ഹൃദയമാകുന്ന ഉലൂഖലത്തിൽ അവർ ഭക്തിയാകുന്ന പ്രണയമാകുന്ന പാശം കൊണ്ട് പ്രണയരശനയാ, പ്രണയമാകുന്ന രശ്മി കൊണ്ട് പാശം കൊണ്ട് കയറുകൊണ്ട് അവർ ആ ഭഗവാനെ അവരുടെ ഹൃദയമാകുന്ന ഉരലിൽ ബന്ധിച്ചിരിക്കുന്നു. ഇപ്രകാരത്തിലുള്ള ആളുകളെയാണ് ഭാഗവതോത്തമന്മാർ എന്ന് പറയാൻ സാധിക്കുക എന്ന് ഹരി എന്ന യോഗീശ്വരൻ നിമി മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഇപ്രകാരത്തിലുള്ള ആ നിമി നവയോഗി സംവാദത്തിൻ്റെ 2-ാം ഘട്ടത്തിൽ ഭാഗവതോത്തമൻ്റെ ലക്ഷണം കൊണ്ട് ഭാഗവതധർമ്മത്തെ ചരിക്കുന്ന ഒരുവൻ, ഭാഗവതധർമ്മത്തെ കൊണ്ടു നടക്കുന്ന ഒരുവൻ എത്ര കണ്ടും മനഃശുദ്ധിയുള്ളവനായിട്ട് തീരുന്നു, എത്ര കണ്ടും അവൻ്റെ അഹംഭാവമില്ലാതെയായിത്തീരുന്നു എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഭക്തിയുടെ ഔന്നത്യത്തിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള
ഭേദപ്പെടുത്തുന്നതായ ചുമരുകളും ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് പരന്നു കിടക്കുന്ന സമുദ്രം പോലെ, അതിർത്തികളില്ലാത്ത ആകാശം പോലെ വിശാലമായിത്തീരുന്നു ഒരുവൻ്റെ ഹൃദയം എന്നത് ബോധിപ്പിക്കുകയാണ്. ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയും തൃച്ചേവടികളിൽ സമർപ്പിച്ചും കൊണ്ട് വിരമിക്കട്ടെ. ശ്രീഹരേ നമഃ.